ഇന്ത്യയുടെ ഗതാഗത മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു നിർണായക തീരുമാനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഔദ്യോഗികമായി ഒപ്പുവെച്ചതോടെ ഇന്ത്യയിൽ 100% എത്തനോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്കുള്ള നിയമപരമായ അംഗീകാരം യാഥാർത്ഥ്യമാകുന്നു. ഇന്ധന ഇറക്കുമതി കുറയ്ക്കുക, വിദേശ നാണ്യച്ചെലവ് ലാഭിക്കുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു ചർച്ചയും വിവാദങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് ഈ എത്തനോൾ ഇന്ധനത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും? പെട്രോളിൽ നിശ്ചിത ശതമാനം എത്തനോൾ കലർത്തുന്ന രീതി നാം നേരത്തെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സർക്കാർ വരുന്നത് 100% എത്തനോൾ ഉപയോഗിക്കാവുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ എന്ന ആശയവുമായാണ്. അതായത് പെട്രോൾ ഇല്ലാതെ പൂർണ്ണമായും എത്തനോൾ ഉപയോഗിച്ച് മാത്രം ഓടുന്ന വാഹനങ്ങൾ. ഇതിനാവശ്യമായ നിയമപരമായ ചട്ടക്കൂട് നിതിൻ ഗഡ്കരി ഇതിനകം ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ വാർഷിക ഫോസിൽ ഇന്ധന ഇറക്കുമതി ബിൽ ഏകദേശം 22 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ വലിയൊരു ഭാഗം കുറയ്ക്കാൻ ഈ നീക്കത്തിലൂടെ സാധിക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. മാരുതി സുസുക്കി, ഹീറോ മോട്ടോകോപ്പ്, ടൊയോട്ട, ഹ്യുണ്ടായി തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഇതിനകം തന്നെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. കുറഞ്ഞ മലിനീകരണം, കർഷകർക്ക് കൂടുതൽ വരുമാനം, വിദേശ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, ഇതൊക്കെയാണ് ഈ പദ്ധതിയുടെ മേന്മകൾ. എല്ലാം കേൾക്കുമ്പോൾ വളരെ പോസിറ്റീവായി തോന്നുമെങ്കിലും ഈ പദ്ധതിക്ക് പിന്നിൽ വലിയൊരു തർക്കമുണ്ട്. എത്തനോൾ ഇന്ധനത്തെ സംബന്ധിച്ചുള്ള പ്രധാന വിവാദങ്ങൾ ഇവയാണ്. എത്തനോൾ പ്രധാനമായും നിർമ്മിക്കുന്നത് കരിമ്പ്, ധാന്യങ്ങൾ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. ഭക്ഷണം ആവശ്യമുള്ള ജനസംഖ്യയുള്ള രാജ്യത്ത് ആ കൃഷിഭൂമി ഇന്ധനത്തിനുള്ള വിളകളായി മാറ്റിവെക്കുന്നത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കില്ലേ എന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. കരിമ്പും ധാന്യങ്ങളും ഇന്ധന നിർമ്മാണത്തിലേക്ക് തിരിച്ചുവിടുമ്പോൾ വിപണിയിൽ പഞ്ചസാരയുടെയും ധാന്യങ്ങളുടെയും ലഭ്യത കുറയുകയും വില കുത്തനെ ഉയരുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കും. പെട്രോളിനെ അപേക്ഷിച്ച് എത്തനോളിന്റെ കലോറി മൂല്യം അഥവാ ഊർജ്ജ സാന്ദ്രത കുറവാണ്. അതായത് ഒരേ ദൂരം സഞ്ചരിക്കാൻ പെട്രോളിനേക്കാൾ കൂടുതൽ അളവിൽ എത്തനോൾ ആവശ്യമായി വരും. ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇന്ധന ചെലവിന് കാരണമാകുമോ എന്ന സംശയവുമുണ്ട്. എത്തനോൾ മലിനീകരണം കുറയ്ക്കുന്നു എന്ന് പറയുമ്പോഴും വൻതോതിലുള്ള കരിമ്പ് കൃഷിക്കും സംസ്കരണത്തിനും എത്രത്തോളം വെള്ളവും രാസവളങ്ങളും ആവശ്യമാണ് എന്നത് വലിയൊരു പാരിസ്ഥിതിക ചർച്ചയാണ്. ഭൂഗർഭ ജലനിരപ്പ് കുറയുന്നതിന് ഇത് കാരണമാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഇന്ധന സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് ഈ 100% എത്തനോൾ നയം. എന്നാൽ ഇന്ധന ഇറക്കുമതി ബിൽ കുറയ്ക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയും കർഷകരുടെ താൽപ്പര്യങ്ങളും പരിസ്ഥിതിയും ബാലൻസ് ചെയ്യുക എന്നത് സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. എത്തനോൾ അധിഷ്ഠിത വാഹനങ്ങൾ ഇന്ത്യയുടെ റോഡുകളിൽ എത്രത്തോളം വിജയിക്കും, സാധാരണക്കാർക്ക് ഇത് ലാഭകരമാണോ എന്നത് വരും വർഷങ്ങളിലെ ഈ വാഹനങ്ങളുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും.